എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജോഗ്രഫിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ടുള്ള ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനും അതുപോലെ തന്നെ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സാവന്ന ക്ലൈമാറ്റിക് റീജിയനാണ്. സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ നമുക്ക് നോക്കാം. സാവന്നാസ് ആർ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഫൗണ്ട് ബിറ്റ്വീൻ 10 degree and 30 degree latitudes in both the hemispheres. നമ്മുടെ രണ്ട് ഹെമിസ്ഫിയറുകളിലും, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും 10 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയിൽ, 10 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനും 10 ഡിഗ്രി ടു 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിനിടയിൽ, രണ്ട് ഹെമിസ്ഫിയറിലും 10 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി നോർത്തിനും അതുപോലെ 10 ഡിഗ്രി സൗത്തിനും 10 ഡിഗ്രി 30 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡ്സ് ആണ് ഗ്രാസ് ലാൻഡ്സ് അഥവാ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പുൽമേടുകൾ എന്ന് പറയും, അതായത് പുൽവർഗ്ഗങ്ങളാണ്. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയാൻ കാരണം ട്രോപ്പിക്കൽ റീജിയണിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 23.5 ഡിഗ്രി വരെ അല്ലെങ്കിൽ ഒരു 30 ഡിഗ്രി വരെ നമുക്ക് എന്തെന്ന് പറയാം, ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സാവന്ന എന്ന് പറയുന്നത്. അപ്പോൾ സാവന്ന എന്നത് ഉദ്ദേശിക്കുന്നത് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ആണ്. ട്രോപ്പിക്കൽ റീജിയൻസിൽ കാണപ്പെടുന്ന പുല്ലുകളാണ്, പുൽവർഗ്ഗങ്ങളാണ്. അത് 10 ഡിഗ്രി ടു 30 ഡിഗ്രിയാണ് രണ്ട് ഹെമിസ്ഫിയറിലും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ ഈ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് കാണാം, അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഭാഗത്ത് കാണാം. ആഫ്രിക്കയുടെ ഭാഗത്ത് ദ സാവന്ന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെനസ്വേലയുടെ ഭാഗത്ത് ലാനോസ്, അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു ബ്രസീലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കാംബോസ്. സൗത്ത് അമേരിക്കയിൽ വെനസ്വേലയിലും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഭാഗത്തായിട്ട് കാംബോസ് കാണാം. പിന്നെ ആഫ്രിക്കയിൽ സാവന്ന, ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു പ്രത്യേക പേരിലൊന്നുമല്ല അറിയപ്പെടുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ 30 ഡിഗ്രി നോർത്തിനും അതുപോലെ തന്നെ 30 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ട്, അല്ലെങ്കിൽ 10 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് സാവന്ന. അതിൽ തന്നെ ആഫ്രിക്കയിലുള്ള ഗ്രാസ് ലാൻഡുകൾ, ഇതിൻ്റെ ഇടയിൽ വരുന്ന ആഫ്രിക്കയിലുള്ളതിനെയാണ് ശരിക്കും സാവന്ന എന്ന് പറയാറുള്ളത്. ഏറ്റവും കൂടുതൽ ഈ ഗ്രാസ് ലാൻഡ്സ് വരുന്നത് ആഫ്രിക്കയിലാണ്. അതുകൊണ്ട് ആഫ്രിക്കയിലുള്ളതിനെയാണ് നമ്മൾ സാവന്ന എന്ന് ശരിക്കും വിളിക്കുന്നത്. പക്ഷേ ലോകത്തിൻ്റെ വിവിധ വേറെ ഭാഗങ്ങളിലും എന്തുണ്ട്, ഇതേപോലെ തന്നെ ഗ്രാസ് ലാൻഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ എല്ലാത്തിനെയും കൂടെ ചേർന്നിട്ട്, നമ്മൾ എല്ലാ ഗ്രാസ് ലാൻഡ്സിനെയും കൂടെ ചേർന്നിട്ട് ഈ ലാറ്റിറ്റ്യൂഡ്സിനിടയിൽ വരുന്ന എല്ലാ ഗ്രാസ് ലാൻഡ്സിനെയും കൂടെ ഒറ്റയടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സാവന്ന എന്ന്. ശരിക്കും അത് ആഫ്രിക്കയുടെ ഭാഗത്ത് മാത്രമുള്ളതാണ്. പക്ഷേ ഇതേപോലെ മറ്റ് സ്ഥലത്തുമുണ്ട്. പക്ഷേ വേറെ സ്ഥലത്തൊക്കെ വേറെ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വെനസ്വേലയുടെ ഭാഗത്ത് ലാനോസ് എന്നും ബ്രസീലിൻ്റെ ഭാഗത്ത് കാംബോസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും നമുക്ക് മൊത്തത്തിൽ അതിനെ സാവന്ന എന്നാണ് വിളിക്കുന്നത്. ശരിക്കും സാവന്ന ആഫ്രിക്കയുടെ ഭാഗത്തുള്ള ഗ്രാസ് ലാൻഡാണ്. ഓക്കെ, ദീസ് ഗ്രാസ് ലാൻഡ്സ് ആർ നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. അല്ലേ, പല പ്രദേശങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് സാവന്ന ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് സാവന്ന എന്നറിയപ്പെടുന്നത്. കാംബോസ് ഇൻ സദേൺ ബ്രസീലിൻ്റെ ഭാഗത്ത് ഇതിനെ കാംബോസ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ വെനസ്വേലയുടെ ഭാഗത്ത് ലാനോസ് എന്ന് വിളിക്കാറുണ്ട്. ഈ ചെറിയ ഒരു എൽ എന്താണ് മാത്രമാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ഫസ്റ്റത്തെ എൽ എന്ന് പറയുന്നത് സൈലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലാനോസ്, വെനസ്വേലയുടെ ഭാഗത്ത് ലാനോസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഓസ്ട്രേലിയയുടെ ഭാഗത്തുണ്ട്. പക്ഷേ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, ആഫ്രിക്കയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ വിളിക്കുന്ന പേരായിട്ടുള്ള സാവന്ന മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിൻ്റെ പ്രത്യേകതകൾ? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് ഹാവ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സ്. ചൂടുള്ള അതുപോലെ തന്നെ ഹ്യൂമിഡ് ആയിട്ടുള്ള സമ്മറുകളാണ്. ഈ ട്രോപ്പിക്കൽ റീജിയൻസിലൊക്കെ വാട്ടർ ബോഡീസും ഉണ്ട്, ചൂടും ഉണ്ട്. അപ്പോൾ വാട്ടർ ബോഡീസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ചൂട് തട്ടുമ്പം ഈ അന്തരീക്ഷത്തിൽ വാട്ടർ കണ്ടൻറ്റുകൾ നിറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിൽ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ കൂൾ ആൻഡ് ഡ്രൈ വിൻ്റേഴ്സ് ആണുള്ളത്. തണുത്ത വിൻ്ററുകളും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള വിൻ്ററുകളുമാണുള്ളത്. കൂൾ ആൻഡ് ഡ്രൈ വിൻ്റേഴ്സ്, തണുത്തതും വരണ്ടതുമായിട്ടുള്ള ശൈത്യകാലങ്ങൾ, അതായത് തണുപ്പ് കാലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയല്ലോ, ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് സമ്മേഴ്സും കൂൾ ആൻഡ് ഡ്രൈ വിൻ്റേഴ്സും ഉണ്ട്. പിന്നെ എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു പോയിൻ്റാണ്, ദ ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ ഹിയർ ഈസ് ബിറ്റ്വീൻ 21 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 32 ഡിഗ്രി സെൽഷ്യസ്. അതായത് ഇവിടെ ലഭിക്കുന്ന ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷം നമ്മൾ ലഭിക്കുന്ന ഇവിടുത്തെ ഒരു ചൂട്
അതിൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21 ഡിഗ്രി സെൽഷ്യസിനും 32 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. പിന്നെ ഇവിടെ ലഭിക്കുന്ന മഴ, ആനുവൽ റെയിൻഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കിട്ടുന്ന മഴയുടെ ഒരു ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ടു 125 സെൻറ്റിമീറ്റർ ആണ്. 25 സെൻറ്റിമീറ്ററിനും 125 സെൻറ്റിമീറ്ററിനും ഇടയിലാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. ഇനി ഇവിടെ കാണുന്ന വെജിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡെസിഡിയസ് ട്രീസ് ആൻഡ് ടോൾ ഗ്രാസസ് ആർ ദ ഡോമിനൻറ്റ് വെജിറ്റേഷൻ ഓഫ് ദിസ് റീജിയൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഈ ഗ്രാസ് ലാൻഡുകളാണ്, പുൽമേടുകളാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോൾ ഗ്രാസസ്, നല്ല ഉയരമുള്ള പുല്ലുകൾ, അതുപോലെ തന്നെ ഡെസിഡിയസ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് മഴയുള്ള സമയത്തൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കുകയും വിൻ്ററിലേക്ക് വരുന്ന സമയത്ത് ഇലകൾ പൊഴിച്ച് ഒരു 6 മുതൽ ഒരു 8 ആഴ്ചകളോളം അവരെന്ത് ചെയ്യും, ഇലകളെല്ലാം പൊഴിച്ച് വരണ്ട് നിൽക്കുകയും വെള്ളവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ചെടികളെയാണ്, മരങ്ങളെയാണ് നമ്മൾ ഡെസിഡിയസ് ട്രീസ് എന്ന് വിളിക്കുക. അപ്പോൾ ഡെസിഡിയസ് ട്രീസും ടോൾ ഗ്രാസസുമാണ് ഇവിടുത്തെ ഡോമിനൻറ്റ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ആസ് വി മൂവ് ക്ലോസർ ടു ദ ഡെസേർട്സ്, ഷോർട്ട് ബുഷസ് ആൻഡ് തോണി ഫോറസ്റ്റ് ആർ സീൻ. നമ്മൾ കുറച്ചും കൂടെ ഒരു മരുഭൂമി പ്രദേശത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമുക്ക് ഈ സാവന്നയിലെ ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ മരുഭൂമി പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ സാവന്നയിലുള്ള ചില ഡെസേർട്ടിൻ്റെ ഭാഗങ്ങളുണ്ട്. ആ ഡെസേർട്ട് മരുഭൂമി ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഷോർട്ട് ബുഷസ്, ചെറിയ ബുഷസുകൾ, ചെറിയ പുല്ല് പോലത്തെ ഒരു ബുഷ് ചെടികളും അതുപോലെ തന്നെ തോണി ഫോറസ്റ്റുകൾ, അത് മുൾച്ചെടികളുമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റാറുള്ളത്. ദ ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ് ഹിയർ പ്രൊവൈഡ് എ ഫേവറബിൾ ഹാബിറ്ററ്റ് ഫോർ വൈൽഡ് അനിമൽസ്. ഇങ്ങനെ നമുക്കറിയാം ഇവിടെ കുറേ കാടുകളുണ്ട്, അതുപോലെ തന്നെ ഫുള്ള് ഈ പുൽമേടുകളാണ്, ഗ്രാസ് ലാൻഡുകളാണ്. അപ്പം ഇവിടെ വൈൽഡ് അനിമൽസിന് വളരെ നല്ല, അവർക്ക് താമസിക്കാൻ പറ്റിയൊരു സൗകര്യമാണ് അല്ലേ വൈൽഡ് അനിമൽസ്, ഈ വന്യമൃഗങ്ങൾ, കാട്ടിലുണ്ടാകുന്ന മൃഗങ്ങൾ അല്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. വൈൽഡ് അനിമൽസിന് ഇവിടെ ധാരാളം കാണാൻ പറ്റും. എവിടേക്കാണ്? ഹെർബിവോറസ് അനിമൽസ് ലൈക്ക് ജിറാഫ്സ് ആൻഡ് സീബ്രാസ് അബൌട്ട് ഇൻ ദീസ് ഗ്രാസ് ലാൻഡ്. അതായത് ഹെർബിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുല്ലുകൾ മാത്രം കഴിക്കുന്ന, അല്ലെങ്കിൽ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ജീവികളെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് പറയാം. അപ്പോൾ ഹെർബിവോർസ് അനിമൽസ് ആയിട്ടുള്ള ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ജിറാഫുകൾ, സീബ്രകൾ, ഇതൊക്കെ ഈ പുൽമേടുകളിൽ, ഈ ഗ്രാസ് ലാൻഡുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവിടെ ഹെർബിവോർസ് മാത്രമാണോ, അതായത് പച്ചക്കറി വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന അനിമൽസ് മാത്രമാണോ ഉള്ളത്? അല്ല, ഇവിടെ കാർണിവോർസ് അനിമൽസും ഉണ്ട്. അതായത് കാർണിവോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതായത് ഈ പറയുന്ന മാംസം കൂടി കഴിക്കുന്ന, അതായത് സസ്യം മാത്രമല്ല, വെജിറ്റേറിയൻ മാത്രമല്ല, അല്ലാത്ത ഈ പറയുന്ന നമ്മൾ വെജിറ്റേറിയൻ അല്ലാതെ കഴിക്കുന്ന, അതായത് നമ്മുടെ മറ്റു മൃഗങ്ങളുടെ ഇറച്ചി കഴിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് കാർണിവോർസ്. അങ്ങനെയുള്ള അനിമൽസും ഉണ്ട്. അതേതൊക്കെയാണ്? ലയൺ, ടൈഗർ അല്ലേ, സിംഹം, കടുവ തുടങ്ങിയ ജീവികളും ഇവിടെ കാണാം. അപ്പോൾ ഹെർബിവോർസ് ആയിട്ടുള്ള ജിറാഫുകളെയും സീബ്രകളെയും കാണാൻ പറ്റാറുണ്ട്. കാർണിവോർസ് അനിമൽസ് ആയിട്ടുള്ള ലയണിനെയും ടൈഗറിനെയും ഒക്കെ ഇവിടെ കാണാൻ പറ്റാറുണ്ട്. ഇനി അടുത്തത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത നമ്മൾ പരിശോധിക്കുകയാണ്. ഓൾദോ സോയിൽ ഫൗണ്ട് ഹിയർ ഈസ് റിലേറ്റീവ്ലി ഫെർട്ടൈൽ. നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു ഫെർട്ടൈലായിട്ടുള്ള വളക്കൂറ് കൂടിയൊരു മണ്ണാണ് ഇവിടെ ഉള്ളത്. ഡ്യൂ ടു ലോ റെയിൻഫോൾ, ഡ്രൈ ഫാമിംഗ് ദാറ്റ് റിക്വയർസ് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് അഡാപ്റ്റഡ്. ഇവിടെ നല്ല കുറച്ചും കൂടെ ഒരു വളക്കൂറുള്ള മണ്ണ് കാണപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഡ്യൂ ടു ലോ റെയിൻഫോൾ, മഴ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ നടത്തുന്നത്. ഈ ഡ്രൈ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ, അതായത് കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ള കൃഷി രീതിയെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഫാമിംഗ്. ഇങ്ങനെയുള്ള ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാറില്ല. നമ്മൾ നേരത്തെ മൺസൂണിൻ്റെ അവിടെ ഒരു ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പറഞ്ഞ പോലെ ഇവിടെ വെള്ളം കുറച്ച് ആവശ്യമുള്ള ഡ്രൈ ഫാമിംഗ് ആണ് ഇവിടെ ചെയ്യുന്ന ഒരു കൃഷി രീതി എന്നാണ് പറയുന്നത്. ഇനി ഇവിടുത്തെ ആളുകളുടെ ഒരു ലൈവ്ലിഹുഡ്, അതായത് അവരുടെ ഒരു ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണ്, ജീവിത മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അനിമൽ ഹസ്ബൻഡറി ആൻഡ് അഗ്രികൾച്ചർ ആർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. ഇവിടുത്തെ ആളുകൾ പ്രധാനമായിട്ടും എന്താണ്, മൃഗങ്ങളെ ഇണക്കി വളർത്തുക, അനിമൽ ഹസ്ബൻഡറിയും മൃഗങ്ങളെ വളർത്തുകയും, കാര്യം ഒരുപാട് പുൽമേടുകളാണ്, ഗ്രാസ് ലാൻഡുകളാണ്. അപ്പോൾ ഇങ്ങനെ എത്ര വേണമെങ്കിലും ഈ അനിമൽസിനെ നമുക്ക് വളർത്താം, നമുക്കതിനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം, പാലിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ചെമ്മരിയാടുകളെ, ഷീപ്പുകളൊക്കെ എന്താക്കാൻ നമുക്ക് ഈ അതിൻ്റെ രോമം എടുത്തുകൊണ്ട് നമുക്ക് കമ്പിളി പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട്
ആടുകളെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പുൽമേടുകളെ വെച്ചുകൊണ്ട്, ഗ്രാസ് ലാൻഡ് വെച്ചുകൊണ്ട് നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് അനിമൽ ഹസ്ബൻഡറിയും പിന്നെ കൃഷിയുമാണ് പ്രധാനപ്പെട്ട ആളുകളുടെ ജീവിതമാർഗം എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ജനറലി ലോ ഇൻ ദ സാവന്ന റീജിയൻ, അല്ലേ? നമുക്ക് മൺസൂൺ പറഞ്ഞപ്പം പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറവാണ്. കാര്യം എന്താ? കാര്യം ഇവിടെ മഴ കുറവാണ്. പിന്നെ മാത്രമല്ല കൃഷിയാണെങ്കിലും ഈ പറയുന്ന പോലെ വെള്ളത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പം അത്രത്തോളം നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈ ഫാമിംഗ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അത്രത്തോളം വലിയൊരു കൃഷി ഫാമിംഗ് ലാൻഡുകളൊന്നുമല്ല. ഇനി മസായി, വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു അടുത്തൊരു കാര്യമാണ് മസായി. ആൻഡ് ഇൻഡിജിനസ് ട്രൈബ് ഓഫ് ദ ആഫ്രിക്കൻ സാവന്ന ലീഡ്സ് എ പാസ്ട്രൽ ലൈഫ്. ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഇൻഡിജിനസ് ട്രൈബാണ്, അവിടെ കാണപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമാണ്, ഒരു ഗോത്ര വിഭാഗമാണ് മസായി എന്ന് പറയുന്നത്. മസായി. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ പറയുന്ന സമയത്ത് പിഗ്മി പറഞ്ഞ പോലെ ഇവിടെ കാണപ്പെടുന്ന ഒരു ഇൻഡിജിനസ് ട്രൈബിൻ്റെ പേരാണ് മസായി എന്ന് പറയുന്നത്. ഈ മസായിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസായിയുടെ ഒരു പ്രത്യേകത, അവരൊരു പാസ്ട്രൽ ലൈഫ് നയിക്കുന്ന ആൾക്കാരാണ്. എന്താ പാസ്ട്രൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ കന്നുകാലികളെ മേയിച്ച് ജീവിക്കുന്ന ഒരു ഇടയ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാം. കന്നുകാലികളെ മേയിച്ച് നടക്കുന്ന, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ജീവിതമാർഗം എന്ന് പറയുന്നത്. ക്യാഷ് ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ദ സാവന്ന ഏരിയാസ് ഓഫ് ഫോമർ യൂറോപ്യൻ കോളനീസ്. അതായത് പഴയ യൂറോപ്യൻ കോളനികളായിരുന്ന ഈ ഭാഗത്തെ സാവന്നയിലെ ചില ഇടങ്ങളുണ്ട്, ഫോമർ യൂറോപ്യൻ കോളനികൾ. പഴയ യൂറോപ്പിൻ്റെ കോളനികളായിരുന്ന പല പ്രദേശങ്ങളും, ഇപ്പോൾ ഈ ബ്രസീലിൻ്റെ ഭാഗത്തും ആഫ്രിക്കയുടെ ഭാഗത്തും ഒക്കെ എന്തുണ്ട്, പഴയ യൂറോപ്യൻ കോളനികളായിരുന്നു. ഒരിക്കൽ ഇത് യൂറോപ്പിൻ്റെ കയ്യിലായിരുന്നു, ബ്രിട്ടൻ്റെ കയ്യിലോ ഫ്രാൻസിൻ്റെ കയ്യിലോ ഒക്കെ ആയിരുന്നു ഈ സ്ഥലങ്ങളുണ്ടായിരുന്നത്. അവിടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് ക്രോപ്സ് വളരെയധികം കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാഷ് ക്രോപ്സ് വളരെയധികം കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ക്യാഷ് ക്രോപ്സ്? അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയൊക്കെ ഒരിക്കൽ ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു, അല്ലേ? ബ്രിട്ടീഷുകാരെല്ലാം ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടൻ നമ്മളെ കോളനിയാക്കി വെച്ചിട്ടുണ്ട്, പോർച്ചുഗീസുകാർ നമ്മളെ കോളനിയാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രഞ്ചുകാർ നമ്മളെ കോളനിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ യൂറോപ്പിലെ പല ആളുകളുടെയും പല രാജ്യങ്ങളുടെയും കോളനി ആയിരുന്നു ഒരിക്കൽ ഇന്ത്യ. ഇതുപോലെ ബ്രസീലും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റ് ആഫ്രിക്കയിലെ രാജ്യങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള യൂറോപ്പിൻ്റെ കോളനികളായിരുന്നു. അപ്പോൾ യൂറോപ്പിൻ്റെ കോളനികളിൽ അവർ ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ക്യാഷ് ക്രോപ്സ്? നമ്മൾ പ്രധാനമായിട്ടും ക്രോപ്സുകളെ, അതായത് നമ്മൾ ഈ കാർഷിക വിളകളെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് ഫുഡ് ക്രോപ്സ് എന്നും മറ്റൊന്ന് ക്യാഷ് ക്രോപ്സ് എന്നും. എന്താണ് ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഫുഡ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റൈസ്, വീറ്റ്, ബാർലി, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് പർപ്പസ് ആണല്ലോ മെയിനായിട്ട് അതുകൊണ്ടുള്ളത്, ഭക്ഷണ ആവശ്യമാണല്ലോ. അത്തരത്തിലുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് ക്രോപ്സ് എന്ന്. എന്നാൽ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എന്നുള്ള കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ല. ഒന്നുകിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ, അതിന് ആവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേറെ സ്ഥലത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ അതുകൊണ്ട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഉണ്ടാക്കി അത് വേറെ സ്ഥലത്തേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള ക്രോപ്സുകളെ വിളിക്കുന്ന, അത് ഫുഡ് പർപ്പസിനേക്കാളും ഇത്തരം നമ്മുടെ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന്, നമ്മുടെ കച്ചവട ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ക്രോപ്സുകളെയാണ് ക്യാഷ് ക്രോപ്സ് എന്ന് പറയാം. ഇങ്ങനെ യൂറോപ്യൻ കോളനികൾ പലപ്പോഴും നമ്മുടെ കൃഷിയിൽ ഫുഡ് ക്രോപ്സ് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് വരെ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ നമ്മുടെ നാട്ടിൽ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ ഒരു ഭൂമിയുടെ ഒരു ഫെർട്ടിലിറ്റി തന്നെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് യൂറോപ്പ് അവർ കോളനികളാക്കി വെച്ചിരുന്ന ഇത്തരം രാജ്യങ്ങളിലൊക്കെ അവർ ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവില്ലേ, ഇൻഡിഗോ കൾട്ടിവേഷൻ എന്ന് പറയാം. നമ്മുടെ ബംഗാളിൻ്റെ ഭാഗത്തൊക്കെ അവർ നല്ല രീതിയിൽ അവർ ഫുഡ് ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്ത സ്ഥലത്ത് ബ്രിട്ടീഷുകാർ വന്ന് പറഞ്ഞു, ഇനി തൊട്ടിട്ട് എന്ത് ചെയ്യണം? ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തു. അതെന്ത് ചെയ്യും? ഈ ബ്രിട്ടീഷുകാർ അത് മാഞ്ചസ്റ്ററിൽ, അവരുടെ ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്യും, അവിടുത്തെ ഫാക്ടറികളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പട്ടിണിയാവുകയും, അവർ ഫുഡ് ക്രോപ്സ് കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇവർ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോട്ടൺ കൾട്ടിവേഷൻ, സുഡാനിലെ കോട്ടൺ കൾട്ടിവേഷൻ ഇൻ സുഡാൻ, കോഫി കൾട്ടിവേഷൻ ഇൻ ബ്രസീൽ, ഇതൊക്കെ ഈ യൂറോപ്യൻ കോളനികളായിരുന്നു ഒരിക്കൽ സുഡാനും ബ്രസീലും ഒക്കെ. അപ്പോൾ അവിടെ അവർ വന്നിട്ട് ക്യാഷ് ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്തു. ഇപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ അറിയില്ലേ? കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പരുത്തി എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? പരുത്തി തിന്നാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് ഡ്രസ്സ്, വസ്ത്രങ്ങൾ, ക്ലോത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ക്ലോത്തിൻ്റെ നൂല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടൺ.
അത് സുഡാനിൽ. പിന്നെ അതുപോലെ തന്നെ കോഫി കൾട്ടിവേഷൻ, കാപ്പിയും ഫുഡ് പർപ്പസ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്തിനാണ്? വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ടീ ആണെങ്കിൽ കോഫി ആണെങ്കിൽ വളരെ കുറച്ച് നമ്മുടെ സ്ഥലത്ത് വേണമെങ്കിൽ കുത്തിയിട്ടാൽ മതി. പക്ഷേ ഇപ്പോൾ നമ്മുടെ മൂന്നാറിലും എല്ലായിടത്തും കാണുന്ന കാപ്പിത്തോട്ടങ്ങൾ അല്ലെങ്കിൽ തേയിലത്തോട്ടങ്ങൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ആവശ്യങ്ങളേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ അത് കയറ്റുമതി എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി വെൻ വി അപ്രോച്ച് ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്, ഹൈറ്റ് ഓഫ് ദ ട്രീസ് ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് ദ ഡിക്രീസ് ഇൻ റെയിൻഫോൾ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതായത് നമ്മൾ ഈ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിൻ്റെ വെസ്റ്റേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ട്രീസ് അതിൻ്റെ ഹൈറ്റ് വളരെ കുറഞ്ഞു വരുന്ന കാരണം അവിടുത്തെ മരങ്ങളുടെ ഒരു ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെസ്റ്റേൺ സൈഡിലോട്ടേക്ക് നമ്മൾ ഓരോ ഗ്രാസ് ലാൻഡിൻ്റെയും വെസ്റ്റേൺ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ചും കൂടി ഡെസേർട്ടായിട്ട് ഒരു മരുഭൂമി പ്രദേശങ്ങളാണ്. മരുഭൂമി പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണ്? അവിടെ അറിഡായിരിക്കും, വരണ്ടതായിരിക്കും, ലെസ് റെയിൻഫോൾ ആയിരിക്കും അല്ലേ. വളരെ കുറച്ച് റെയിൻഫോളാണ്, മഴയാണ് കിട്ടുക. അപ്പോൾ മഴ കുറച്ച് കിട്ടുന്നതുകൊണ്ട് തന്നെ വലിയ അളവിലേക്ക് മരങ്ങൾ വളരാൻ ശ്രമിക്കില്ല. കാര്യം എന്താ? വലിയ ഉയരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മരങ്ങൾക്ക് എന്ത് വേണം? അത്രത്തോളം വെള്ളവും കപ്പാസിറ്റിയും വേണം. അപ്പോൾ മരങ്ങൾ എന്ത് ചെയ്യും? വെള്ളം കുറച്ചേ കിട്ടൂ എന്ന് മനസ്സിലാക്കിയ മരങ്ങൾ അത്തരം സ്ഥലങ്ങളിൽ ഉയരം വെക്കാതെ ആണ് ഉണ്ടാവുക. അപ്പം ഉയരം കുറഞ്ഞ മരങ്ങളായിരിക്കും ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുക. കാര്യം അവിടെ റെയിൻഫോൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഡിക്രീസ് ഇൻ റെയിൻഫോൾ, അതുകൊണ്ട് തന്നെ ഡിക്രീസ് ഇൻ ഹൈറ്റ്. ദിസ് ഈസ് ഫോളോഡ് ബൈ ഡെസേർട്ട് വെജിറ്റേഷൻ. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എന്താണ് ഉണ്ടായിരിക്കുക? ഡെസേർട്ട് വെജിറ്റേഷൻ, ഈ മരുഭൂമികളിൽ കാണപ്പെടുന്ന വെജിറ്റേഷൻസാണ്, സസ്യജാലങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സാവന്നയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.